എനിക്കൊരു 24 ഐറ്റത്തോളം ഉണ്ടായിരുന്നു. സംഗതി 2-3 ഐറ്റം പോയി. എന്നാലും ഇപ്പോൾ ഒരു 21 ഐറ്റം ഇപ്പോൾ ഉണ്ട്. ഒരു നാടൻ കുമ്പളം ഒരു 10 കിലോ തൂക്കം ഉണ്ടാകും സാധാരണ കുമ്പളയ്ക്ക്. ഇത് ശ്രീരാമൻ കപ്പ. കാരണം നമ്മൾ ഈ മഞ്ഞൾ പുഴുങ്ങി കഴിയുമ്പോൾ സംഗതി അതിനകത്തുനിന്ന് ഒരു കൊഴുത്തൊരു ദ്രാവം, മഞ്ഞളത്തെ കൊടുത്ത ദ്രാവം ഇതിനകത്ത് വെള്ളത്തിലേക്ക് പോകുന്നുണ്ട്. അത് ഇതിൻ്റെ അംശം തന്നെയാണല്ലോ. സുശീലൻ ചേമ്പ്, നനയേമ്പ്, അങ്ങനെ 2 നല്ല വിശിഷ്ടമായ ചേമ്പുകളുണ്ട്. കാരണം ഒരിക്കലും ഒരു ഏതാനും വർഷം മുമ്പ് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇവിടെ നാട്ടുകാർ പലരും എല്ലാവരും വ്യാപകമായിട്ട് കോളിഫ്ലവർ കൃഷി ചെയ്തു. എല്ലാവർക്കും മുഴുക്കാറുണ്ടായി, എല്ലാവരും കളയുക ചെയ്ത്. പക്ഷേ ഇച്ചിരി മഞ്ഞൾപ്പൊടി വരെ കൊടുത്താൽ ഞങ്ങളുടെ മാത്രം ഒരു കേടും ഉണ്ടായില്ല. എൻ്റെ പേര് ജോസ് മാധവത്ത്. അപ്പോൾ നമുക്ക് കുറേ ചീരയുണ്ട്. ആ ചീരയെല്ലാം കാട്ടിത്തരാം. ചീര ഇത് പൊന്നാങ്കണ്ണി, ഒരു സാധാരണ ടൈപ്പ്. നല്ല വെയിലും ഉണ്ടായി, നല്ല ചുവപ്പായിരിക്കും കളറ്. ഏറ്റവും ഔഷധമൂല്യം വേറിയതാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് കണ്ണിന് നല്ല കാഴ്ചയായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് പൊന്നാങ്കണ്ണി പച്ച, അത്യപൂർവം. എന്നിട്ട് രുചി തിരക്കടില്ല. അതെ, മുറിച്ച് കയറി വെക്കാം. എനിക്കൊരു 24 ഐറ്റത്തോളം ഉണ്ടായിരുന്നു. സംഗതി 2-3 ഐറ്റം പോയി. എന്നാലും ഇപ്പോൾ ഒരു 21 ഐറ്റം ഇപ്പോൾ ഉണ്ട്. ഇത് പൊന്നാങ്കണ്ണി ഇലയ്ക്ക് വീതി കുറഞ്ഞത്. രുചിയെല്ലാം സെയിം. ഇത് പൊന്നാങ്കണ്ണി ഏറ്റവും വീതി കൂടിയ ഇലയുള്ളത്. ഇത് ഇസ്രായേൽ ചീര. അതിൻ്റെ ഇലയെടുത്ത് കറി വെക്കാം, കറി കിഴങ്ങും ഉണ്ടാവും. ഇല നല്ല തിരക്കടില്ല. അത് സാമ്പാർ ചീര, അല്ലെ മുട്ടച്ചീര എന്ന് പറയും. ഇത് തഴുതാമ, പൂവോടെ വയ്ക്കുന്നത്. ഇത് സൗഹൃദച്ചീര. എന്തോ വളരെ ഔഷധമൂല്യം കൂടുതലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ചായാമൻസ, മരച്ചീര എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഇല നമ്മൾ ഇതിൻ്റെ അധികം മൂക്കാത്ത ഇലകൾ പറിച്ച് കറി വെക്കുക. അത് വേവിക്കുമ്പോൾ ഒരു മൺചട്ടി വേണം കറി വെക്കാൻ എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഒരു 20 മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുകയും ചെയ്യണം. അപ്പോൾ അതിൻ്റെ കട്ട് നഷ്ടപ്പെട്ടു പോയി. ഇത് മുള്ളൻ ചീര, അത്യപൂർവം. ഇത് സാധാ കരിമ്പ്. ഇത് മഴവിൽ കരിമ്പ്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇല പൊളിഞ്ഞ് കഴിയുമ്പോൾ സംഗതി ആ ഭാഗത്ത് നല്ല ചുവപ്പ് രേഖകളുണ്ടാവും. ഒരു നാടൻ കുമ്പളം ഒരു 10 കിലോ തൂക്കം ഉണ്ടാകും സാധാരണ കുമ്പളയ്ക്ക്. ഇവിടെ ഇല്ലാത്തവരാണ്. കാരണം ആരും ഇതെല്ലാം എല്ലാ നാട്ടിലും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ആരും സംരക്ഷിക്കുന്നില്ല. അങ്ങനെ സംരക്ഷിക്കാതെ വന്ന് നശിച്ചു പോയതാണ്. അത് പറിക്കാറായതാണ്. പക്ഷേ വിത്തിറക്കാറായില്ല, മൂപ്പായില്ല. ഇത് കൃഷ്ണപ്പാവൽ, കയ്പില്ല, പച്ചയ്ക്ക് പറിച്ച് കഴിക്കാം. വളരെ ചെറുതാണ്. പറിക്കുക, വയലേക്ക് ഇടുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പേര് മത്തിപ്പുളി. അല്ല, ഇതിൻ്റെ പ്രത്യേകം നല്ലൊരു ആകർഷകമാണ് കാഴ്ചയ്ക്ക്. പിന്നെ നമുക്ക് കറി വെക്കാൻ മത്തിക്കന്മാരെ മീൻ കറി വെക്കുമ്പോൾ അതിൻ്റെ തൊണ്ട് പൊടിച്ച് ചേർത്താൽ മതി. പുളിക്ക് കയ്പില്ലാത്ത പാവയ്ക്ക. പരാഗണം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതിയാവുള്ളൂ. ഇല്ലില്ല, കയ്പ് ഒട്ടുമില്ല. കാരണം ചിലർക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ എനിക്കിഷ്ടമല്ല. ഈ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര താല്പര്യം. പക്ഷേ എനിക്ക് മാത്രം അത്ര താല്പര്യമല്ല. അത് കയ്പില്ലാത്തതുകൊണ്ട് എനിക്ക് ഇച്ചിരി കയ്പുള്ള പാവയ്ക്ക ഇഷ്ടം. ഇത് ശ്രീരാമൻ കപ്പ. അല്ല, അത് നേരത്തെ ഇതാണ് കോട്ടയം പുതുപ്പള്ളി ഭാഗത്തൊക്കെ നേരത്തെ പണ്ട് പോലെ ഉള്ളതാണ്. പക്ഷേ അവരൊക്കെ ശ്രീരാമൻ കപ്പ എന്ന് പറയുന്നു. എനിക്കൊരു 1, 2, 3, 6 മൂടുണ്ട്. 3, 3, 6 മൂടുണ്ട്. ഇതാണ് സ്പെയിൻ മരിയ കപ്പ. ഇത് ഏറ്റവും രുചിയേറിയ കപ്പ എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ഇടുക്കി കാട്ടുമഞ്ഞൾ. ഇടുക്കി വനത്തിലുണ്ടായിരുന്നത്. സംഗതി ഈ പറഞ്ഞ പോലെ വിളവ് അല്പം കുറവാണ്. ഔഷധമൂല്യം കൂടുതലുണ്ടെന്നാണ് അവിടുത്തെ ആദിവാസികൾ പറയുന്നത്. അത് നമുക്കറിയില്ല. വിൽപ്പനയ്ക്കൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. പിന്നെ ഇപ്പോൾ അതുപോലെ നമുക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കും എന്നുള്ളത് വേറെ സത്യം. മുതലാകുന്നില്ല. കാരണം പണിക്കാരെ എടുത്തിട്ട് നമ്മൾ ഈ മറ്റേ ഈ മഞ്ഞൾ നമ്മൾ പച്ചയ്ക്ക് ഉണങ്ങുന്നത്, അല്ലാതെ മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങുകയല്ല. പുഴുങ്ങി ഉണങ്ങുമ്പോൾ അതിൻ്റെ ഒത്തിരി കുറുക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. അത് ആൾക്കാർ ശാസ്ത്രം സമ്മതിക്കുന്നില്ല. പക്ഷേ എനിക്കത് അംഗീകരിക്കാൻ പറ്റിയതേ. കാരണം നമ്മൾ ഈ മഞ്ഞൾ പുഴുങ്ങി കഴിയുമ്പോൾ സംഗതി അതിനകത്തുനിന്ന് ഒരു കൊഴുത്തൊരു ദ്രാവം, മഞ്ഞളത്തെ കൊടുത്ത ദ്രാവം ഇതിനകത്ത് വെള്ളത്തിലേക്ക് പോകുന്നുണ്ട്. അത് ഇതിൻ്റെ അംശം തന്നെയാണല്ലോ. പിന്നെ ഇവിടെ പുഴുങ്ങി ഉണങ്ങിയ മഞ്ഞളും പുഴുങ്ങാത്ത മഞ്ഞളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ പുഴുങ്ങി ഉണങ്ങിയ മഞ്ഞളിനേക്കാൾ എഫക്റ്റീവാണ് പുഴുങ്ങാതെ പൊടിച്ച മഞ്ഞളുടെ പൊടി. കാരണം നമ്മൾ അതിൻ്റെ അറിയണമെങ്കിൽ നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ കൃഷി ചെയ്യുമ്പോൾ അതിൽ പുഴുക്കാറുണ്ടാവും. ആ പുഴുക്കാണ് നമ്മൾ ഈ പുഴുങ്ങാതെ പൊടിച്ച മഞ്ഞളിൻ്റെ അതിൻ്റെ പേരാണ് വരട്ടുമഞ്ഞൾ എന്ന് പറയും. ഈ വരട്ടുമഞ്ഞൾ പൊടി കയറിയാൽ അതേ പുഴു ഉണ്ടാക്കിയില്ല. പക്ഷേ ഈ എൻഡോസൾഫാൻ സ്പ്രേ ചെയ്താൽ പോലും ഇതെല്ലാം പുഴു ഉണ്ടാവും. കാരണം ഒരിക്കലും ഒരു ഏതാനും വർഷം മുമ്പ് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇവിടെ നാട്ടുകാർ പലരും എല്ലാവരും വ്യാപകമായിട്ട് കോളിഫ്ലവർ കൃഷി ചെയ്തു. എല്ലാവർക്കും മുഴുക്കാറുണ്ടായി, എല്ലാവരും കളയുക ചെയ്ത്. പക്ഷേ ഇച്ചിരി മഞ്ഞൾപ്പൊടി വരെ കൊടുത്താൽ ഞങ്ങളുടെ മാത്രം ഒരു കേടും ഉണ്ടായില്ല. ചെയ്യുമ്പോൾ എനിക്കിവിടെ ഒരു 7-8 വെറൈറ്റി ഉണ്ട്. ഇതൊരു 4 വെറൈറ്റി ഉണ്ട്. പിന്നെ നട്ടപ്പം അങ്ങനെ നട്ടെന്നുള്ളതേ ഉള്ളൂ. ഒന്നിച്ചായിപ്പോയി. എല്ലാം ഏറെക്കുറെ ഒരേ സമയത്ത് മൂത്ത് കിട്ടുന്നതാണേ. ഒരു 3-4 മാസം കൊണ്ട് എല്ലാം മൂത്ത് കിട്ടും. സുശീലൻ ചേമ്പ്, നനയേമ്പ്, അങ്ങനെ 2 നല്ല വിശിഷ്ടമായ ചേമ്പുകളുണ്ട്. ഇതിൻ്റെ 2ൻ്റെയും പ്രത്യേകത അതിൻ്റെ തട നമുക്ക് വേവിച്ച് തിന്നാന്നുള്ള തട നല്ലതാണ്. വിത്തിൻ്റെ ഒപ്പം അതേ സ്വാദാണ് ഈ തടയ്ക്കും. അപ്പോൾ തടയും വിത്തും പിന്നെ അതിൻ്റെ ഇല കറി വെക്കാനും സൂപ്പർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും പോക്കില്ല.